സിമ്പിൾ ബാർ ഡയഗ്രാം, മറ്റത് സോറി ഇത് ലൈൻ ഡയഗ്രാം, ഇത് ലൈൻ ഡയഗ്രാം. അടുത്തത് സിമ്പിൾ ബാർ ഡയഗ്രാം. ആ ബാർ ഡയഗ്രാം കൊടുക്കുമ്പോ ഈക്വി ലെവലില് ഒരു ബാർ 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 കൊടുക്കണം. ഇപ്പൊ നമ്മൾ ABCDEF എന്ന് നമ്മൾ കൊടുത്ത ഭാഗത്ത് ആദ്യമേ ABCD കൊടുക്കണ്ട. ഒരു 5 mm അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തത് കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കൊടുത്ത് അടുത്ത വീണ്ടും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു പോകുന്നത് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബാർ ആയിട്ട് വരയ്ക്കാം. അതായത് ആദ്യം നമ്മൾ ഒരു ലൈൻ വരച്ചല്ലോ, അപ്പോ പറഞ്ഞ് ശ്രദ്ധിക്കൂ. ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫാമിലീസ് ആണ്. 10 എണ്ണം അവിടെ വരണം. 10 ലൈൻ വരച്ച ഭാഗത്ത് 10 ബാർ വരയ്ക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഈ എക്സ് എന്നുള്ള ബേസ് ലൈൻ ഡബിൾ ആക്കി വരയ്ക്കുക. ഇപ്പൊ നേരത്തെ ചെയ്തതിന്റെ ഡബിൾ ആക്കി വരയ്ക്കുക. മാർജിന്റെ ഈ അറ്റത്തേക്ക് പൊക്കോളൂ. വൈ എന്നുള്ള രൂപം വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരച്ചത് അവിടെ ഈ പറഞ്ഞതുപോലെ ഇൻകത്തിന് പകരം നമ്മൾ ഇവിടെ എന്തെഴുതുന്നു? എക്സ്പെൻഡിച്ചർ. ടൈറ്റിൽ വേണമെങ്കിൽ കൊടുത്തോളൂ. സിമ്പിൾ ബാർ ഡയഗ്രാം, a simple bar diagram for the expenditures of 10 families. ഈ 4 എന്നുള്ളത് പകരം based on അങ്ങനെയും കൊടുക്കാം. based on 10 families. അപ്പൊ അതൊരു സിമ്പിൾ ബാർ ഡയഗ്രാം ആണ്. എക്സ്പെൻഡിച്ചേഴ്സിനെ സൂചിപ്പിക്കുന്നു, 10 ഫാമിലീസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഓരോന്ന് ചെയ്ത് പോകാം, അതായിരിക്കും നല്ലത്. ആദ്യമേ ABCD എന്ന് നമ്മൾ കൊടുത്തു വച്ചാൽ ചിലപ്പോൾ സ്പേസ് ചിത്രം വേറെ ഒരു ഭാഗത്തും എഴുത്ത് വേറെ ഒരു ഭാഗത്തും ആയിരിക്കും ഉണ്ടാവുക. ഓരോന്നോരോന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ABCD കൊടുക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിൽ തന്നെ ആ ബാർ ലൈൻ ആദ്യം വരച്ച സിമ്പിൾ ലൈൻ ഡയഗ്രത്തിന്റെ ആ സിമ്പിൾ ലൈൻ വരയ്ക്കുന്നു. അതിന്റെ ഒരു 4 mm അല്ലെങ്കിൽ 5 mm കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു. മേലെ അതിനെ ക്ലോസ് ചെയ്തിട്ട് ഒരു ബാർ ആക്കി മാറ്റുന്നു. അപ്പൊ താഴെ A എന്ന് കൊടുത്തതിന് പകരം അതിന്റെ ഉള്ളില് പെൻസിൽ കൊണ്ട് തന്നെ A എന്ന് കൊടുത്തോളൂ. അങ്ങനെയും ചെയ്യാം, വിരോധമൊന്നുമില്ല. ഇതൊക്കെ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ വേർഡിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഉടൻ തന്നെ കളർ എടുത്തിട്ട് നേരെ അതിൽ ഫിൽ ദ കളർ കൊടുത്താൽ അത് കളറായി മാറി. ഇതൊക്കെ മൈക്രോസോഫ്റ്റിൽ ചെയ്യാട്ടോ, വളരെ രസകരമാണ്. അപ്പൊ ഒരു ലൈൻ വരച്ചു, ഒരു 5 mm കഴിഞ്ഞിട്ട് വീണ്ടും അതേ ലൈൻ വരച്ചു, മേലെ ആ ലൈൻ ക്ലോസ് ചെയ്തു. ഇപ്പൊ അതൊരു ബാറായി, ഉള്ളിൽ A കൊടുത്തു. വീണ്ടും ഒരു നിശ്ചിത ഗ്യാപ്പ് 5 mm ഗ്യാപ്പ് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ ബാർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമ്മൾ y സൈഡിലും എഴുതണ്ടേ, എന്നാലല്ലേ ബാർ ആക്കാൻ പറ്റുള്ളൂ. അത് y കാണിക്കണം. അത് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എക്സ് ഈ ഭാഗത്ത്, വൈയില് വാല്യൂ കാണിക്കണം, എക്സ്പെൻഡിച്ചർ. എന്നിട്ട് ഈ പറഞ്ഞ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9600 വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10000 കൊടുക്കാം. എന്നിട്ട് 9600നെ 9.6 ലൈനിൽ പിടിച്ചാൽ മതി. എന്തായാലും അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. അപ്പൊ എഴുതി കഴിഞ്ഞ് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനില് താഴെ ABCD എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആ ബാർ പ്ലെയിൻ ആയിട്ട് പാവം ആരും നോക്കാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, ഒരു വിരല് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആഷ് കളറിലോ ഒരു ഗ്രീൻ കളറിലോ നമുക്ക് നെയിൽ പോളിഷ് ചെയ്ത് കൊടുക്കാലോ. അതേപോലെ ഉള്ളില് A, കുറച്ച് മാറിയിട്ട് B, കുറച്ച് മാറിയിട്ട് C, എന്ത് തരത്തിലുള്ള എസ്തെറ്റിക് വേണമെങ്കിലും. സോറി, ഐ കാണ്ട് ക്യാച്ച് സർ, ഇന്ദു മാം,
എന്താണ് മനസ്സിലാകാത്തത് ചോദിച്ചോളൂ. ഇപ്പൊ ചെയ്തതൊന്ന് കാണിക്കോ, പറഞ്ഞു തരാം, ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ചെയ്തതൊന്ന് കാണിക്കോ, അതോ ഇടയ്ക്ക് പോയതാണോ? നെറ്റ് പ്രശ്നമായി ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബാർ ഡയഗ്രം വരച്ചോ? എന്തെങ്കിലും വരച്ചതൊന്ന് കാണിച്ചു തരും. ഇത് നേരത്തെ ഉള്ള സിമ്പിൾ ലൈൻ ഡയഗ്രാം അല്ലെ? സിമ്പിൾ ലൈൻ ഡയഗ്രാം അത്ര തന്നെയാണ്. ഇനി താഴ്ത്തിക്കോളൂ. സിമ്പിൾ ലൈൻ ഡയഗ്രാം നമ്മൾ വരച്ചു. ആ ഒരു ലൈൻ കൊടുത്തില്ലേ? ആദ്യത്തെ ഇപ്പൊ എത്രയാണ്? 4100. അപ്പൊ 4.1 ഒരു ലൈൻ വരച്ചു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? 4.1 ലൈൻ വരച്ചു. ആ എക്സ് ആക്സിസിൽ തന്നെ ഒരു ചെറിയ ഒരു 1/2 സെന്റിമീറ്റർ അകലത്തിൽ ഇതേ 4.1 ഒരു വര വരയ്ക്കുക. ഇതേ 4.1 ഒരു വര വരയ്ക്കുക. അപ്പൊ 2 വരയായി. ആ 2 വരകളും മുകളിൽ കൂട്ടിമുട്ടിച്ചാൽ അതൊരു കട്ടയായി. ചെയ്തത് സൗമി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. ഇന്ദു മിസ് കാണിക്കുമ്പോളൂ. യെസ് കട്ടയായി. കണ്ടില്ലേ? കണ്ടോ ഇന്ദു? ആ കുട്ടി കാണിച്ചത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഫാന്റാസ്റ്റിക്. അത് സ്പീഡപ്പിൽ ചെയ്തോളൂ എല്ലാവരും. നന്നായി. 2 പേജ് ചേർത്തി വരച്ചു അല്ലെ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ആ നടുവിൽ ആ ഒരു കുഴിയൊക്കെ വന്നിട്ട് ഒരു ചെറിയ ഒരു ഇടങ്ങാറ് പോലെ തോന്നിപ്പിക്കും. ചെറിയ നോട്ട്ബുക്ക്. ഓക്കെ. ആശയങ്ങൾ മനസ്സിലായാൽ മതി. എഴുതുമ്പോ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുക. പൂർത്തിയായവർ എസ് കൊടുത്തോളൂ. നേരത്തെ എസ് കൊടുത്താൽ ഇയാൾ വേറെ ഒന്നും കൂടി പണി തരും. അത് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഉടൻ തന്നെ വേറെ ഒരു പണി തരും. യെസ് രശ്മി, യെസ്. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഫാന്റാസ്റ്റിക്, നന്നായിട്ടുണ്ട്. ABC ഒക്കെ പേന കൊണ്ട് എഴുതി അപ്പുറത്തെ അക്ഷരങ്ങളൊക്കെ കൊടുത്തു. 10ഉം നമുക്ക് ഭംഗിയായിട്ട് സൈഡിൽ ഇങ്ങനെ കിട്ടി. ഗുഡ് ഫാന്റാസ്റ്റിക്. ഇടയ്ക്ക് ലൈൻ കൊടുത്ത് അതിന് കളറും കൊടുത്തിരിക്കുന്നു. സമയം കളയരുത് കേട്ടോ. നന്നായിട്ടുണ്ട്. ഷേഡ് കൊടുത്തിട്ടുണ്ട്. ഷേഡ്. യെസ് വെരി ഗുഡ്. മിസ് സലീല, യെസ് ഒന്ന് കാണിച്ചോളൂ. കുറച്ചും കൂടി ക്യാമറ അതിന്റെ അടുത്തേക്ക് വന്നോട്ടെ. ക്യാമറ കുറച്ചും കൂടി അടുത്തേക്ക്. 2 പേജിലാക്കി ചെയ്തു അല്ലെ? ഓക്കെ. ഗുഡ്. ഓക്കെ, ഈ ചെയ്യുന്നതില് വേണമെങ്കിൽ ഈ ഉള്ളിൽ ABCD കൊടുത്തതിന് പകരം ബാറിന്റെ ഏറ്റവും മുകളിൽ ABCD എന്ന് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. തലക്കെട്ട് പോലെ ആന നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ മേലെ, പിന്നെ വെഞ്ചാമരം വീശി മേലെ നിൽക്കുന്ന പോലെ ABCD എന്ന് മേലെ കൊടുത്താലും കുഴപ്പമില്ല, താഴെ കൊടുത്താലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ എസ്തെറ്റിക് സെൻസ് എങ്ങനെയാണോ അത്. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ ചെയ്തു. ഓക്കെ, ഫാന്റാസ്റ്റിക്. ഇനി ഇതിന്റെ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ബാർ ഡയഗ്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. യെസ്, അതൊന്ന് കാണിച്ചോളൂ സൗമി. യെസ്. പക്ഷെ അകത്ത് ഇവിടെ എന്താണെന്നറിയാമോളൂ, ആദ്യം വലുത് എടുത്തിട്ട് പിന്നെ ചെറുത് പോകുമ്പോ ഫാമിലി ഫാമിലി ആയി പോയോ, ഫാമിലിയിലെ അച്ഛനും അമ്മയും ഇല്ലേ, മക്കള് ചുരുങ്ങിപ്പോയോ എന്നൊക്കെ എന്നെ പോലുള്ള പൊട്ടൻ, പ്രത്യേകിച്ച് ഫാമിലി തെറാപ്പി അല്ലേ, എന്നെ പോലുള്ള ആള് വ്യാഖ്യാനിക്കും. ഇവിടെ വലിയ ഫാമിലി, അവിടെ ചെറിയ ലീൻ ഫാമിലി. അപ്പൊ ഇവിടെ 2 പേരുണ്ട്, അവിടെ ഒരാളെ ഉള്ളൂ എന്നുള്ള ഒരു അർത്ഥം അതിന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ സൗമി? അപ്പൊ തുടക്കത്തിലേ നമ്മൾ നിശ്ചയിക്കണം, നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ വാർപ്പാണ് എങ്കിൽ ഒരു മുറിയിൽ നല്ല വലിയ ബീമും ആ അറ്റത്തേക്ക് ചെറിയ ബീമും വന്നാലുള്ള ഒരു കോൺട്രഡിക്ടറി ഒരു വിഷമമുണ്ടല്ലേ, അതേപോലെ. അപ്പൊ ആദ്യമേ നമ്മൾ അത് നിശ്ചയിക്കണം.
അതിനാണ് മുമ്പൊക്കെ ഞാൻ ഗ്രാഫിൽ എന്ത് ചെയ്തു, ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ ആദ്യം തന്നത് അതിനാണ്. ഇതാണ്, ഇതിന്റെ അകത്താണ് എന്റെ ലോകം, ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഒരു ബ്രോഡ് എൻലാർജ്ഡ് ഇൻഫർമേഷൻ ആയിരിക്കണം. അപ്പൊ ഞാൻ ഇനി അടുത്ത പോയിന്റിലേക്ക് പൊക്കോട്ടെ ഡിയേഴ്സ്. ആർക്കെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ഇനി നമ്മൾ ഇതേ സംഗതി തന്നെയാണ് എഴുതുന്നത്. മേലെ ടൈറ്റിൽ കൊടുത്തോളൂ. Given diagram shows a multiple bar diagram. A multiple bar diagram of 10 families. Based on income and expenditure. Based on income and expenditure. അത്രയും എഴുതിയല്ലോ. ഇനിയാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മൾ പറയാത്ത ഒരു പുതിയ ഒരു പോയിന്റ് പറയുകയാണ്. ഇത്രയും എഴുതി കഴിഞ്ഞോ? ഒന്നും കൂടി പറയണോ? എന്തെങ്കിലും പറയണോ? വേണ്ട. അപ്പൊ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. 10 ഫാമിലി ബേസ്ഡ് ഓൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ അത് കൃത്യമായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി വളരെ ശ്രദ്ധിക്കുക. ഒരു പുതിയ ഒരു പോയിന്റ് ആണ്. നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് കൊടുക്കുന്നത്. ഇത് ഒരു ബാറ്, ഓക്കെ, ഇത് ഒരു ബാറ്, ഇത് ഒരു ബാറ്, രണ്ടും കൂടി അടുപ്പിച്ച് കാണിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു സിംഗിൾ ലൈനിന് ഇത്രയും സ്ഥലം വേണ്ടി വന്നുള്ളൂ, ഇത്രയും അല്ല, ഒരു ലൈനേ വേണ്ടി വന്നുള്ളൂ. പിന്നീട് അത് ചെയ്യുമ്പോൾ ഒരു ബാറായി മാറി. ഇനി നമ്മൾ അത് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ബാറായി മാറി. ഇതിലെ ഇൻകം ഏതിനെ സൂചിപ്പിക്കുന്നു, എക്സ്പെൻഡിച്ചർ ഏത് സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വണ്ടി നമ്മൾ ട്രാഫിക്കില് അല്ലെങ്കിൽ ഹൈവേയിൽ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോ ബാക്കിലും ലെഫ്റ്റിലെ റൈറ്റിലും ഒക്കെ സിഗ്നൽ ഇൻഡിക്കേറ്റർ തരുന്നത് എന്തിനാണ്? ടു ഐഡന്റിഫൈ. അതുപോലെ ഇവിടെ നമ്മൾ തുടക്കത്തിലെ ഇൻഡിക്കേറ്റർ കൊടുത്തു വെക്കണം. ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും മുകളിൽ ഈ ഔട്ട്ലൈൻ പോലെ ഗ്രാഫ് എത്ര വരും, പരമാവധി 10 സെന്റിമീറ്റർ പൊക്കത്തിൽ വരും. നമ്മൾ 12 സെന്റിമീറ്റർ പൊക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൈറ്റ് കോർണറിൽ ഒരു ചെറിയ കുഞ്ഞു ബോക്സ്, ഒരു ചെറിയ സ്ക്വയർ വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട്, സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൽ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളെ പ്ലെയിൻ ആക്കി വിടുക. ഒരു റെക്റ്റാങ്കിൾ പ്ലെയിൻ ആക്കി വിടുക, ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു റെക്റ്റാങ്കിൾ, അവിടെ ഇൻകം എന്നൊരു ഇൻഡിക്കേറ്റർ കൊടുക്കുക. പ്ലെയിൻ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്ലെയിൻ ആയിട്ട് കാണിക്കുന്നത് ഇൻകം. ഇനി ടൈം കൺസ്യൂം ചെയ്യാൻ നമ്മൾ കുത്തു ഇങ്ങനെ ഡോട്ട് ഓരോന്നിൽ ഡോട്ട് ചെയ്താൽ പ്രാന്ത് പിടിക്കും. ഹൊറിസോണ്ടൽ ലൈൻ ഇട്ടാൽ ഇത്രയും സെന്റിമീറ്ററിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം, സമയം പോകും. ഇങ്ങനെ ക്രോസ് കൊടുത്താൽ അതിനേക്കാൾ കുറച്ച് സമയം പോകും. മറിച്ച് ഒരു 3 വര മാത്രം വരച്ച് അല്ലെങ്കിൽ 4 വര മാത്രം പെട്ടെന്ന് വരച്ച് വിട്ടാൽ എളുപ്പമാവും. അപ്പൊ അടുത്ത ഒരു സ്ക്വയർ കൊടുത്തിട്ട് 4 വര ഉള്ളിൽ കൊടുക്കുക. അടുത്ത ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, അതിന്റെ അകത്ത് ഒരു 4 വര, അതിന് എക്സ്പെൻഡിച്ചർ. ഇതിൽ ചെറുത് എക്സ്പെൻഡിച്ചർ ആണല്ലോ, അതുകൊണ്ടാണ് ചെറുതിന് ഒരു പിക്ചർ ആയിട്ട് കൊടുക്കുന്നതും ഏറ്റവും വലുതിനെ ബ്ലാങ്ക് ആക്കി വിടുക. പക്ഷെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം മേലെ. ഇനിയിപ്പോ കളർ പെൻസിൽ ഉണ്ട് എങ്കിൽ ഒന്ന് മഞ്ഞയും ഒന്ന് നീലയും ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷനിൽ അങ്ങനെ കൊടുക്കുക.
അങ്ങനെ കൊടുക്കുക. അതിന് മൊത്തം ഇങ്ങനെ കളർ കൊടുക്കണം എന്നില്ല. നിങ്ങളുടെ ചുങ്കിടി സാരീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസൈൻ ഇല്ല, ഇങ്ങനെ കേവ്, വെറുതെ ഒരു 3 കേവ് അത് മാത്രം വരച്ചു കൊടുക്കാം. മഞ്ഞയിൽ 3 കേവ് ഉള്ളതും നീലയിൽ 3 കേവ് ഉള്ളതും. മഞ്ഞയിൽ 3 കേവ് ഉള്ളത് ഇതിനെ സൂചിപ്പിക്കുന്നു, ഏതിനെ? ഇൻകത്തിനെ സൂചിപ്പിക്കുന്നു. മറ്റത് 3 കേവ് സൈൻ കേവ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുക്കുക. ചുങ്കിടി ചേല അങ്ങനെയാണ് പറയുക. അങ്ങനെ ഒരു 3 ലൈന് കുത്തു കൊടുത്തിട്ട് ചെറിയ ചെറിയ സൺഫ്ലവർ കൊടുത്താൽ, അല്ലെങ്കിൽ മാങ്ങ ചിത്രമൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ പണിപ്പെട്ട സംഭവങ്ങളാണ്. അത്രയ്ക്കൊന്നും നിൽക്കണ്ട, സിമ്പിൾ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഒരു പ്ലെയിന് അത് ഇൻഡിക്കേറ്റർ ആണ്. മേലെ ആദ്യം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടേ, എന്റെ വാക്ക് ശ്രദ്ധിക്കൂ, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടേ പിന്നെ ഇത് ചെയ്യാവൂ. അത് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ എന്ത് ചെയ്യും? ആദ്യം ഈ ബാറൊക്കെ വരയ്ക്കും, പിന്നെ ഈ വര ഇട്ട് കൊടുക്കും. അതാണ് ചെയ്യുക. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ചെയ്യുക. പക്ഷെ പരീക്ഷയ്ക്ക് മേലെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് താഴെ വരയ്ക്കാതെ ആക്രാന്തത്തിൽ വരരുത് പുറത്തേക്ക്. അങ്ങനെ സംഭവിച്ച ചരിത്രം ഒരുപാടുണ്ട്. പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കുട്ടി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം ഉള്ളിൽ ഇങ്ങനെ ആദ്യം അടുത്ത ചോദ്യം, അവൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ കൂടി പരീക്ഷയ്ക്ക് ഒരു അച്ഛന്റെ പ്രഷർ, അമ്മയുടെ പ്രഷർ, ഫാമിലി പ്രഷർ, അങ്ങനെ പലതും. ഓക്കെ, അപ്പൊ അതൊന്ന് വരയ്ക്കും. രണ്ടും കൂടി അടുത്തായിരിക്കണം. ഇങ്ങനെ. അപ്പൊ ഇത് ഇൻകം, ഇത് എക്സ്പെൻഡിച്ചർ, അങ്ങനെ ചേർന്ന് വരണം. ഈക്വി ഡിസ്റ്റൻസിലായിരിക്കണം. അത് ഒരു ഗ്യാപ്പ് കൊടുത്ത് ഒരു നിശ്ചിത അകലത്തിൽ അടുത്ത ഒരു നിശ്ചിത അകലത്തിൽ, ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും, ഒരു നിശ്ചിത അകലത്തിൽ ഇങ്ങനെയായിരിക്കും, നിശ്ചിത അകലത്തിൽ അങ്ങനെയായിരിക്കും. അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്തിട്ട് രണ്ടും സ്പർശിച്ചിട്ടുണ്ടാവണം. യെസ് അനു, എവിടെ? യെസ്. ഓക്കെ, ബൈ. അനുവിനൊരു വെപ്രാളം, പെട്ടെന്ന് കാണിച്ച് നമ്മളൊന്ന് നോക്കും. വയസ്സന്മാരാണ്, ഞങ്ങളുടെ നോട്ടത്തിന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, കുഴപ്പമില്ല മോളോ, പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, നോ പ്രോബ്ലം. You take your own time. Yes, കാണിച്ചോളൂ രശ്മി. യെസ് സർ, അറിയാതെ വന്നതാണ്. ഓക്കെ, നേരത്തെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. യെസ് ഇൻഡിക്കേറ്റർ കൊടുത്തല്ലോ മേലെ. ഓക്കെ, പക്ഷേ ഓക്കെ, ഇൻഡിക്കേറ്ററിന്റെ ഇൻകം എക്സ്പെൻഡ് ഇതാകുമ്പോ പെട്ടെന്ന് സിമ്പിൾ ആയി കാണും. ഒന്ന് താഴേക്കൊന്ന് വരുമ്പോൾ ഒന്ന് മേലെ. ഓക്കെ, ABCDEFGH. ഓക്കെ, ബൈ. നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. മൾട്ടിപ്പിൾ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ കാണിക്കുന്നത് സലീല. യെസ്, ഒന്ന് കാണിക്കും മാം. ഇത് ക്യാമറ കുറച്ചും കൂടി, ക്യാമറ അവിടെ നിൽക്കട്ടെ. നോട്ട് ഒന്ന് പൊക്കിക്കോളൂ, നോട്ട് കുറച്ചും കൂടി പൊക്കിക്കോളൂ. യെസ്, കുറച്ചും കൂടി ക്യാമറയുടെ പ്രത്യേകിച്ച് ക്യാമറ അതിലേക്ക് ഫോക്കസ് കൊടുക്കും. ഇപ്പൊ ഷോസേ ഞങ്ങൾക്ക് കാണുന്നുള്ളൂ, ഷോസിയെ മൾട്ടിപ്പിളേ കാണുന്നുള്ളൂ. കുറച്ചും കൂടി കുറച്ച് താഴേക്ക് വന്നോട്ടെ. നോട്ട് പൊങ്ങിക്കോട്ടെ. മൊബൈൽ ഒരു ഭാഗം. ഓക്കെ. 2 എണ്ണമേ വരച്ചിട്ടുള്ളൂ? അല്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കൂടി പരത്തി പിടിക്കൂ. ഓക്കെ. യെസ്. ഓക്കെ. ഏറ്റവും മേലെ ABC കൊടുത്താൽ 2 ലൈൻ ഉള്ള ഭാഗത്ത് എവിടെങ്കിലും അല്ല. അപ്പൊ താഴെ ABC എന്ന് കൊടുക്കാം. ഓരോന്നിന്റെ ഇനിയപ്പോ അത് മാറ്റാൻ നിൽക്കണ്ട. അടുത്തത് ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ മാറ്റണ്ട. ഓക്കെ, ഇനിയിപ്പോ സമയം വെറുതെ കളയണ്ട. അടുത്തത് ചെയ്യുമ്പോ ഇവിടെ 2 തരം വാല്യൂ ഉള്ളത് കൊണ്ട് ആ വാല്യൂ വേണമെങ്കിൽ മേലെ കാണിക്കാം. വാല്യൂ മേലെ എഴുതി വെക്കാം. ഒന്നാമത്തെ ബാറിലെ വാല്യൂ എത്ര, രണ്ടാമത്തെ ബാറിലെ വാല്യൂ എത്ര, അടുത്തത് രണ്ടാമത്തെ B എന്നുള്ളതിന്റെ വാല്യൂ എത്ര. ആ വാല്യൂ വേണമെങ്കിൽ ഉള്ളിലും എഴുതാം. നേരത്തെ നമ്മൾ ABCD എഴുതിയല്ലോ, അതുപോലെ ഉള്ളിൽ എഴുതി വെക്കാം. ഇൻകം എത്ര, എക്സ്പെൻഡിച്ചർ എത്ര. പേന കൊണ്ടാണ് എഴുതുക, പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് പെൻസിൽ കൊണ്ടാകരുത്.
വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ട്, വരയ്ക്കാനുള്ളതാണ് പെൻസിൽ, എഴുതാനുള്ളത് പേനയാണ്. അപ്പൊ ഒരു സ്ക്വയറിന്റെ അകത്ത് നിങ്ങൾ 3 വര വരച്ചിട്ടുണ്ട്, 3 വര എഴുതിയിട്ടല്ല, 3 വര വരച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് അക്കം എഴുതുകയാണ്, അപ്പൊ പേന കൊണ്ട് എഴുതണം. പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. അടുത്തതിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഒരേ സന്ദർഭത്തിൽ ഇപ്പൊ 3 എണ്ണം നമ്മൾ പഠിച്ചു. യെസ്, നന്നായിട്ടുണ്ട്. ABCD താഴെ എഴുതി. ഇനി വാല്യൂ അടുത്തതിലേക്ക് ഉള്ളിലേക്ക് കൊടുക്കും കേട്ടോ. കളർ കൊടുത്തു. ആ കളർ, അപ്പൊ ഈ കളർ ഓരോന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റർ മേലെ കൊടുക്കും മക്കളെ. ഇൻഡിക്കേറ്റർ മേലെ കൊടുക്കണം. ഒരു കളറിൽ ഇന്നത്, വേറെ ഒരു കളറിൽ ഇന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. വാശിയായി റോഷ്നി മാം കാണിക്കുന്നു. ഓ റോഷ്നി എവിടെ? അതിനെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ആവുമ്പോ 5 വര കൊടുക്കണ്ടേ? ക്രോസിൽ കൊടുക്കുമ്പോ 5 വര കൊടുക്കണ്ടേ റോഷ്നി മാം? മറ്റേതാകുമ്പോ 3 വര, മുകളിൽ നിന്ന് താഴേക്കാവുമ്പോ 3 വര വരച്ചാ മതി. അല്ല ഞാൻ ഇത്തിരി സമയം കൊല്ലിയാണ് എന്നുണ്ടെങ്കിൽ സമയം കൊന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി അതൊന്ന് കാണിക്കോ, ഒന്നത് കാണിക്കോ. പെൻസിൽ അല്ല യൂസ് ചെയ്യുന്നത്, എന്നാലും ഭംഗിയുണ്ട്. ഓക്കെ ഓക്കെ, പെൻസിൽ അല്ല യൂസ് ചെയ്യുന്നത്. ലൈനൊക്കെ കൃത്യമായിട്ട് കിട്ടുമെന്ന് വിരലൊക്കെ ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. ഞാൻ നേരത്തെ ഈ ടൂളൊക്കെ ഒരുക്കി വെക്കണം എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കാൽക്കുലേറ്റർ. എല്ലാ സ്റ്റഡിയും എല്ലാ മെറ്റീരിയൽസും അവിടെ ഒരുക്കി വെക്കണം. കുട്ടികൾ ആ വഴിക്ക് എന്റെ സ്റ്റഡി ടൂളാണ്, അത് അതിന്റെ അടുത്തേക്ക് പോയേക്കരുത് എന്നൊക്കെ. അതൊരു രസമാണ്. അങ്ങനെ രസമുള്ള ഒരു കുടുംബം, മക്കളും അച്ഛനും അമ്മയും എല്ലാരും പഠിക്കുന്ന ഒരു കുടുംബം. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയാൽ ഞാൻ ഓക്കെ. ഇതാ കളർ വരുന്നു, പടച്ചവനെ. സൂപ്പർ. ഇനി നെയിൽ പോളിഷ് ഒക്കെ വരുക. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതാണ്. പക്ഷെ പരീക്ഷാ സമയത്ത് 3 മിനിറ്റിൽ 5 മിനിറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇവിടെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ മേലെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുക്കാതിരിക്കാൻ മറക്കരുത്. വളരെ നന്നായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുണ്ട്. ഞാൻ കോമൺ പ്ലാറ്റ്ഫോമിൽ നല്ലൊരു അപ്രീസിയേഷൻ തരുന്നു. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. നന്നായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ. താങ്ക് യു.